സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അമ്മയുടെ ടൂർ പ്രോഗ്രാമിനെ കുറിച്ചാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ച് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ പള്ളിയിൽ നിന്ന് യൂത്തുകാർ ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. അക്കാലത്ത് പള്ളിയിൽ കൊയറിൽ അമ്മയും അനുജത്തിയും സജീവമായിരുന്നു. അധികകാലവും അവർ അവരുടെ സഭയല്ലാത്ത പള്ളിയിലായിരുന്നു പോരുന്നത്. പോകുവാനുള്ള കാരണം വീടിൻ്റെ തൊട്ടടുത്താണ് ആ പള്ളിയുള്ളത്. നോമ്പുകാലത്തെല്ലാം വൈകുന്നേരമായാൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടി പ്രാർത്ഥന ചൊല്ലുകയും അവസാനം ഓരോരുത്തർ കൊണ്ടുവരുന്ന പല സാധനങ്ങളും തിന്നുകയും ചെയ്തിരുന്നു. ശർക്കര, തേങ്ങാക്കൊത്ത് എന്നിവ അവയിൽ ചിലതാണ്. അങ്ങനെ അടുത്തുള്ള പള്ളിയിൽ ആരാധന പതിവാക്കി ഇരുന്ന സമയത്താണ് അമ്മയുടെ സഭയിൽ ഒരു പുതിയ അച്ഛൻ ചാർജ് എടുത്തത്. ആ അച്ഛനും കൊച്ചമ്മയും ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും സഭയിലെ പള്ളിയിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരെയായിരുന്ന അമ്മയുടെ പള്ളിയിലേക്ക് പോകാനായി അമ്മ തീരുമാനിച്ചത്. ഇനി തുടങ്ങി വെച്ച കാര്യത്തിലേക്ക് കിടക്കട്ടെ. അമ്മയുടെ ആങ്ങളെയാണെങ്കിൽ കുറച്ച് കർശനക്കാരനാണ്. ഒരു സ്ഥലത്തേക്കും പെങ്ങന്മാരെ അങ്ങനെ പറഞ്ഞയക്കില്ല. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലെന്ന് പറയും. അമ്മയുടെ വിവാഹശേഷമാണ് സിനിമകൾ കണ്ടിട്ടുള്ളത്. അമ്മ വീട്ടിൽ വന്ന് ടൂർ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പോകുവാനുള്ള അനുവാദം അന്ന് ആങ്ങള നിരസിച്ചു. പിന്നീട് അമ്മയും അനുജത്തിയും കൂടി അന്ന് പള്ളിയിൽ പുതിയതായി ചാർജ് എടുത്ത അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ടൂറിന് വരാനായി ആഗ്രഹമുണ്ട്. അച്ഛൻ ആങ്ങളയോട് പറഞ്ഞത് സമ്മതം വാങ്ങണം. അപ്രകാരം അച്ഛൻ ആങ്ങളയോട് പറഞ്ഞ് അമ്മയ്ക്ക് ടൂറിന് പോകാനുള്ള സമ്മതം കിട്ടി. ഷോളയാർ, മലക്കപ്പാറ, അതിരപ്പിള്ളി എന്നീ സ്ഥലങ്ങൾ കാണാനായി പുറപ്പെട്ടു. അന്നത്തെ എൻ്റെ അമ്മയുടെയും അനുജത്തിയുടെയും സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അന്ന് ടെമ്പോ എന്ന വാഹനത്തിലായിരുന്നു യാത്ര. കാടുകളും ഏടുകളും വെള്ളച്ചാട്ടവും കണ്ണൻദേവ തേയിലത്തോട്ടവും കൂടാതെ ഒരു പറ്റം ആനക്കൂട്ടത്തെയും ആനകളെയും കുരങ്ങുകളെയും എല്ലാം കണ്ട് രസിച്ചു. വൈകുന്നേരമായപ്പോൾ ഡ്രൈവറോട് അച്ഛൻ പറഞ്ഞു, വേഗം കാടിനതിർത്തിയിൽ നിന്ന് പുറത്തു കിടക്കണം. അപ്രകാരം തന്നെ ഡ്രൈവർ വാഹനം കാട്ടിൽ നിന്ന് പുറത്തെത്തിച്ചു. അങ്ങനെ സന്തോഷത്തോടും സുരക്ഷിതത്തോടും കൂടിയ ഒരു യാത്ര കൂടി ചെയ്യാനായി അമ്മയ്ക്ക് സാധിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു ഓൾ.